ജോർജ് സോറോസ് ലോകത്തുള്ള സകല രാജ്യങ്ങളുടെയും ഭരണങ്ങൾ അട്ടിമറിച്ച് NGO വഴി അവിടെ ആ ഭരണത്തിൽ അവരുടെ പരമാധികാരത്തിലെല്ലാം കൈകടത്താൻ ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഒരു ഭീകരനാണ് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ശുഭസൂചകമായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതായത് ഇയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഈ ഫൗണ്ടേഷൻ 100-ലധികം രാജ്യങ്ങളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. 100-ലധികം രാജ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഫൗണ്ടേഷൻ ഇപ്പോൾ 2023 ശേഷം ഈ നിമിഷം വരെ 16 ഓഫീസുകൾ മാത്രമായി ഇതിൽ ചുരുങ്ങി. അതായത് 100 രാജ്യങ്ങളിൽ നിന്ന് 16 ഓഫീസുകൾ മാത്രമായി ഇത് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. $25 ബില്യൺ മൂല്യമുള്ള ഒരു ഫിലാന്ത്രോഫിക് ഫൗണ്ടേഷനാണ് ഇതെന്നാണ് ഇയാൾ പറയുന്നത്. അതായത് ഒരു ജീവകാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ മറവിൽ ഇയാൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം അന്താരാഷ്ട്ര രാജ്യങ്ങളെ ഭരണങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഡീപ് സ്റ്റേറ്റ് ആണ് ഈ ജോർജ് സോറോസ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായാലും ഈ സോറോസിൻ്റെ ഓഫീസുകളെല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് മനസ്സിലാവുന്നു. ജോർജ് സോറോസ് ആരംഭിച്ച $25 ബില്യൺ അന്താരാഷ്ട്ര ഫൗണ്ടേഷൻ ശൃംഖല ലോകമെമ്പാടുമുള്ള ഓഫീസുകൾ എല്ലാം തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. 40% ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ആഫ്രിക്കൻ പ്രവർത്തനങ്ങളിലെ ജീവനക്കാർക്ക് 2023 തന്നെ പിരിഞ്ഞു പോകാനുള്ള കത്തുകൾ ലഭിച്ചിരുന്നു. അടുത്ത ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന ഒരു കത്തായിരുന്നു അന്ന് ലഭിച്ചത്. ബ്ലൂംബർഗ് കണ്ട ഇമെയിലുകളുടെ ഒരു പകർപ്പനുസരിച്ച് ഭൂഖണ്ഡത്തിലെ ബാൾട്ടിമോർ, ബാഴ്സലോണ ലൊക്കേഷനുകൾക്ക് പുറമെ 6 ഓഫീസുകളും അടച്ചുപൂട്ടുന്നതിൽ ഉൾപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2023 ജൂണിൽ തന്നെ ബോർഡ് ജീവനക്കാരെ 40% കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ തങ്ങളുടെ സ്റ്റാഫിംഗ് വലിപ്പവും ആവശ്യകതയും കുറയ്ക്കേണ്ടതുണ്ട്. OSFന്റെ പ്രോഗ്രാംസ് വൈസ് പ്രസിഡന്റ് ബിനൈഫർ നൗറോജിയാണ് ഈ കാര്യം 2023 തന്നെ പറഞ്ഞിരുന്നത്. 1-ലധികം ചെറിയ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ബാൻഡ് വിഡ്ത്ത് ഇനി തങ്ങളുടെ പക്കലില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ തങ്ങളുടെ സ്ഥലങ്ങൾ കൂടുതൽ കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഹെഡ്ജ് ഫണ്ട് ടെറ്റന്റെ ചാരിറ്റി പ്രതിവർഷം $1 ബില്യൺ ഗ്രാന്റുകൾ നൽകുന്നു. ഇതിൽ ആഫ്രിക്കയിലെ $100 ബില്യൺ ഉൾപ്പെടുന്നു. OSFന് മേലിൽ സ്റ്റാഫ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അഡീസ് അബാബ, എത്യോപ്യ എന്നിവ ഉൾപ്പെടുന്നു. കമ്പാല, ഉഗാണ്ട, കേപ്പ് ടൗൺ, കിൻസാസ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അബൂജ, നൈജീരിയ. ആഫ്രിക്ക എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുത്തോണി വാനിയക്കിയുടെ ഇമെയിൽ പ്രകാരം സിയറ ലിയോണിലെ ഫ്രീ ടൗൺ, കെനിയയിലെ നെയ്റോബിയിലെ ഓഫീസുകൾ, ഡാക്കർ ജനകൾ, ജോഹന്നാസ്ബർഗും ഇത്തരത്തിലുള്ള ഓഫീസുകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. ഇതിങ്ങനെയായാൽ തങ്ങൾക്ക് വളരെ ഖേദമുണ്ട് എന്നാണ് ഈ ഫൗണ്ടേഷനിലെ ജീവനക്കാർ എഴുതിയിരിക്കുന്നത്. കത്ത് ജീവനക്കാർക്ക് അയച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ബ്ലൂംബർഗ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മളിൽ ആരും പ്രതീക്ഷിച്ചതല്ലെന്ന് വ്യക്തമാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ എനിക്ക് ലഭിക്കാതിരുന്നതിനാൽ എനിക്ക് വളരെ ഖേദമുണ്ടെന്നും ഈ ജീവനക്കാർക്ക് കത്തയച്ചിരുന്ന കത്തിൽ ഈ ഫൗണ്ടേഷന്റെ ആൾക്കാർ പറയുന്നുണ്ട്. 2 വർഷം മുമ്പ് വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് നിങ്ങളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞതാണ്. അതിൽ നമുക്ക് ഖേദമുണ്ട്. എന്തായിരുന്നാലും 2023 ആദ്യം ബാഴ്സലോണയും ബാൾട്ടിമോറും അടച്ചുമുട്ടൽ പ്രഖ്യാപിച്ചു. 2021 മുതൽ ആഫ്രിക്കയിലെ ഓഫീസുകൾ ഒരു പ്രാദേശിക സ്ഥാപനമായി അടയ്ക്കുന്നതിനോ ലയിപ്പിക്കുന്നതിനുള്ള പരിവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിരുന്നുവെന്ന് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ വക്താവ് പറയുകയുണ്ടായിരുന്നു. 2023 അവസാനത്തോടെ പല സാറ്റലൈറ്റ് ഓഫീസുകളും അടച്ചുപൂട്ടുമെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. ജൂലൈയിൽ, അതായത് 2023 ജൂലൈയിൽ ആഫ്രിക്കയിലും ഏഷ്യയിലും ഉടനീളമുള്ള 12 ഓഫീസുകളെ ഈ ഓപ്പൺ സൊസൈറ്റി ഫണ്ട് അവരുടെ വെബ്സൈറ്റിലെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും സോറോസിൻ്റെ 37 വയസ്സുള്ള മകൻ അലക്സിൻ്റെ കൈകളിലാണ് ഇപ്പോൾ OSF, ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇരിക്കുന്നത്. 2022 ഡിസംബറിൽ അദ്ദേഹം സംഘടനയുടെ ചെയർമാനായി, ജൂണിൽ പിതാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ 2025 ആയപ്പോഴും സമ്പൂർണ്ണമായി ഈ OSF 16 ഓഫീസുകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.